നരേന്ദ്രമോദിക്കെതിരെ കാനഡ തിരിയുമ്പോൾ ഗൗതം അദാനിക്കെതിരെ US പ്രോസിക്യൂട്ടർമാരാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ഡീപ് സ്റ്റേറ്റ് ഗൂഢാലോചനയാണോ എന്ന സംശയവും ശക്തമാകുന്നുണ്ട്. ഒരേ സമയം രണ്ട് വിദേശ രാജ്യങ്ങൾ രണ്ടു പേർക്കെതിരെ ആരോപണം ഉയർത്തുമ്പോൾ തന്നെ പ്രതിപക്ഷം ഇന്ത്യയിൽ കിടന്ന് നരേന്ദ്രമോദിയെയും അദാനിയും ചേർത്ത് വെച്ച് കുറ്റവിചാരണ ആരംഭിക്കുകയും ചെയ്തു. ഇതോടെ ഒരു കാര്യം വ്യക്തമാണ്, രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷത്തിന് കൂർ അമേരിക്കയോടാണ്. മഹാരാഷ്ട്രയിലും ഛത്തീസ്ഗഡിലും BJP നേതൃത്വത്തിലുള്ള NDA മുന്നണി വൻ വിജയം നേടുമെന്ന് വോട്ടെടുപ്പിന് ശേഷമുള്ള അഭിപ്രായ സർവേ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ രണ്ട് വിദേശ രാജ്യങ്ങൾ വഴി പ്രധാനമന്ത്രിക്കും അദാനിക്കുമെതിരെ ഏതാണ്ട് ഒരേ സമയം ആരോപണങ്ങൾ ഉയരുന്നത്. ഇതിന്റെ പിന്നിൽ ഡീപ് സ്റ്റേറ്റ് എന്ന കറുത്ത കരങ്ങളാണെന്ന ആരോപണങ്ങൾ തെളിവ് സഹിതം സത്യവും തെളിയുന്നു. ഡെമോക്രാറ്റുകളും ജോ ബൈഡനും അധികാരം വിട്ടൊഴിയുകയും പകരം റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡൊണാൾഡ് ട്രംപും അധികാരത്തിൽ വരികയും ചെയ്തതോടെ ഡീപ് സ്റ്റേറ്റ് ഇല്ലാതായി എന്ന പ്രതീതിയാണ് ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടത്. നരേന്ദ്രമോദി സർക്കാരിനും അദാനിക്കുമെതിരെ ശക്തമായ നീക്കമാണ് ഇപ്പോൾ US-ഉം കാനഡയും കേന്ദ്രീകരിച്ച് നടക്കുന്നത്. കാനഡയിൽ ഖലിസ്ഥാൻ തീവ്രവാദി നിജർ വധിക്കപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിഞ്ഞെന്ന കുറ്റപ്പെടുത്തൽ കാനഡ നടത്തിയതിന് പിന്നാലെയാണ് US പ്രോസിക്യൂട്ടർമാർ അദാനി ഗ്രൂപ്പ് കരാർ കിട്ടാൻ $26 കോടി കൈക്കൂലി കൊടുത്തതായി ആരോപിച്ചിരിക്കുന്നത്. ഗൗതം അദാനിക്കെതിരെയും അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ സാഗർ അദാനിക്കും വിനീത് ജെയിനുമെതിരെയും കേസെടുത്തതായാണ് വാർത്തകൾ വന്നത്. ഇതിനെ പ്രതിപക്ഷം ഏറ്റെടുത്ത് വളച്ചൊടിക്കുകയും ചെയ്യുന്നു. ഒരു വർഷം മുമ്പ് ഹിൻഡർബർഗ് അദാനിക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഡീപ് സ്റ്റേറ്റ് എന്ന രഹസ്യ സംഘത്തിലെ അംഗമായ അമേരിക്കൻ ശതകോടീശ്വരൻ ജോർജ് സോറോസ് പറഞ്ഞത് അദാനിക്കെതിരെ ആരോപണങ്ങൾ വന്നതോടെ ഇനി നരേന്ദ്രമോദി ദുർബലനാകുമെന്നാണ്. അതുതന്നെയായിരുന്നു ഡീപ് സ്റ്റേറ്റിന്റെ അന്നത്തെ ലക്ഷ്യം, അദാനിയെ വീഴ്ത്തി മോദിയെ വളയുക എന്നത്. പക്ഷേ പരാജയപ്പെട്ടുപോയി. ദുർബലമായ രാജ്യങ്ങളിലെ ശക്തരായ ഭരണാധികാരികളെ അട്ടിമറിച്ച് അവിടെ പാവ സർക്കാരുകളെ അധികാരത്തിൽ കയറ്റി സാമ്പത്തിക നേട്ടങ്ങൾ കൊയ്യുന്ന ഗൂഢസംഘമാണ് ഡീപ് സ്റ്റേറ്റ്. ഇതിൽ അമേരിക്കൻ സർക്കാർ പ്രതിനിധികൾ മുതൽ ശതകോടീശ്വരന്മാർ, വിവിധ രാജ്യങ്ങളിലെ ജേർണലിസ്റ്റുകൾ, രാഷ്ട്രീയക്കാർ, NGO എന്നിവർ അംഗങ്ങളാണ്. ആ ഡീപ് സ്റ്റേറ്റിന്റെ പ്രവർത്തനം തന്നെയാണ് ഇന്ത്യക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഇപ്പോൾ നടക്കുന്നതും. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു കോൺഗ്രസ് പാവ സർക്കാരിനെ അധികാരത്തിലേറ്റാനുള്ള കടുത്ത ശ്രമങ്ങളാണ് ഇപ്പോൾ ഡീപ് സ്റ്റേറ്റ് നടത്തുന്നത് എന്നും വ്യക്തം. കഴിഞ്ഞ കുറെ കാലമായി മോദി സർക്കാരിനെതിരെ കാനഡയും US-ഉം കേന്ദ്രീകരിച്ച് വൻ ഗൂഢാലോചനകൾ നടന്നു വരുന്നു. ഖലിസ്ഥാൻ തീവ്രവാദത്തെ എതിർക്കുന്ന ശക്തമായ സർക്കാർ എന്ന പ്രതിച്ഛ സൃഷ്ടിച്ച ശേഷം മോദിയെയും BJP-യെയും സിഖുകാർക്കെതിരെ തിരിക്കാൻ രാഹുൽ ഗാന്ധി അമേരിക്കയിൽ ചെന്ന് ശ്രമിച്ചതും ചേർത്ത് വായിക്കണം. മോദിക്കെതിരായ ആരോപണത്തിൽ പക്ഷേ കാനഡയ്ക്കെതിരെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അദാനി ഗ്രൂപ്പിനെതിരായ ആരോപണം ഉയർന്നതോടെ വ്യാഴാഴ്ച മാത്രം അദാനി ഗ്രൂപ്പ് ഓഹരികളുടെ വില കുത്തനെ ഇടിഞ്ഞിരുന്നു. ഇതോടെ അദാനി ഗ്രൂപ്പിന് $1200 കോടി നഷ്ടമാണ് ഉണ്ടായതെന്നാണ് പ്രാഥമിക വിവരങ്ങൾ. അമേരിക്കൻ നിക്ഷേപകരിൽ നിന്നുൾപ്പെടെ വിവിധ പദ്ധതികൾക്കായി അദാനി ഗ്രൂപ്പ് കമ്പനികൾ നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ട്. അതേസമയം US സർക്കാർ കീഴിലുള്ള സ്ഥാപനങ്ങൾ പോലും അദാനി ഗ്രൂപ്പിന് സഹായം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം US ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ശ്രീലങ്കയിലെ അദാനി തുറമുഖ ടെർമിനലിനായി സഹായം നൽകിയിരുന്നു. $55.3 കോടി അവർ ധനസഹായം നൽകിയത്. ഏതാണ്ട് ഹിൻഡർബർഗ് ആരോപണ കാലത്തുണ്ടായ തിരിച്ചടിക്ക് തുല്യമായ തിരിച്ചടിയാണ് ഇപ്പോൾ ഓഹരി വിപണിയിൽ അദാനി ഗ്രൂപ്പിനുണ്ടായിരിക്കുന്നത്. മാസങ്ങളോടടുത്താണ് ഹിൻഡർബർഗ് ആരോപണമുണ്ടാക്കിയ ആ ആഘാതത്തിൽ നിന്നും അദാനി ഗ്രൂപ്പ് തിരിച്ചു കയറിയത്. അപ്പോഴാണ് വീണ്ടും ഒരു വമ്പൻ തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. എന്തായാലും അദാനിക്കെതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും നടക്കുന്ന അമേരിക്കൻ കനഡിയൻ നീക്കങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാനും നിലപാട് സ്വീകരിക്കാനുമാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്.